നമസ്കാരം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് PSC എങ്ങനെയാണ് റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കുന്നത് എന്നതിനെക്കുറിച്ചാണ്. PSCക്ക് ഒരു മെയിൻ ലിസ്റ്റും ഉണ്ടാകും, ഒരു സപ്ലിമെൻ്ററി ലിസ്റ്റും ഉണ്ടാകും. ഒരു പരീക്ഷ കഴിയുമ്പോൾ തന്നെ PSCക്ക് ഏകദേശം ഒരു ധാരണ കാണും, ഇത് എത്ര വേക്കൻസി ഇതിലുണ്ടാകും. അപ്പോൾ അതിലേക്കുള്ള ഉദ്യോഗാർത്ഥികളെ കിട്ടുന്നതിന് വേണ്ടി എത്ര മാർക്ക് വരെ താഴെ വരണമോ അതാണ് PSCയുടെ കട്ട് ഓഫ് മാർക്ക് ഓരോ എക്സാമിനും. ഒരു എക്സാമ്പിളായിട്ട് കട്ട് ഓഫ് മാർക്ക് 60 ആണെങ്കിൽ 60 മാർക്കും അതിന് മുകളിൽ വന്നവരും PSCയുടെ മെയിൻ ലിസ്റ്റിൽ ഉണ്ടാകും. അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ജാതി സംവരണങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരിക്കുകയില്ല. ഇനി സപ്ലിമെൻ്ററി ലിസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ സംവരണം അർഹരായ 11 വിഭാഗങ്ങളുണ്ട്. അതിൽ ഈഴവ, മുസ്ലിം, OBC, വിശ്വകർമ്മ, SC, ST, അങ്ങനെ ഭിന്നശേഷിക്കാർ, അങ്ങനെ ഏകദേശം 11ഓളം വിഭാഗങ്ങളുണ്ട്. അപ്പോൾ ആ ലിസ്റ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് മുന്നിൽ നടന്ന എക്സാമിന് ആ ലിസ്റ്റിൽ നിന്ന് ഏകദേശം 200 പേർക്കാണ് ജോലി കിട്ടിയത് എന്ന് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ 5 ഇരട്ടി ആൾക്കാരെ ആണ് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ ഉണ്ടാക്കുന്നത്. അതായത് 200ൻ്റെ 5 ഇരട്ടി എന്ന് പറയുമ്പോൾ ഏകദേശം 1000 പേരെയാണ് ടോട്ടലായിട്ട് ആ ലിസ്റ്റിലേക്ക് PSC സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഓരോ വിഭാഗത്തിനും എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സപ്പോസ് ഇതിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് 1% സംവരണം എങ്കിൽ ആ 200-ൽ ഏകദേശം 10 പേര്, അതായത് അതിൻ്റെ കാൽക്കുലേഷൻ എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ 1/100 × 200 × 5. ഇതിന് മുന്നിലുണ്ടായിരുന്ന ലിസ്റ്റിൽ 200 പേരായിരുന്നല്ലോ ഉണ്ടായിരുന്നത്, അതുകൊണ്ടാണ് 200 വന്നത്. അതിൻ്റെ 5 ഇരട്ടിയാണ് ഇപ്പോഴത്തെ ലിസ്റ്റ് ഉണ്ടാകുന്നത്, അതാണ് 5 വന്നത്. അപ്പോൾ 1% സംവരണം 1/100 × 200 × 5, 10 പേരായിരിക്കും പുതിയ ലിസ്റ്റിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഒരു 1% വിഭാഗത്തിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയാണ് സപ്ലിമെൻ്ററി ലിസ്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, റിപ്ലൈ തരുന്നതായിരിക്കും. കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക. കൂടുതൽ ഇൻഫർമേഷൻസ് മുന്നോട്ട് ഈ ചാനലിലൂടെ നമ്മൾ തരുന്നതായിരിക്കും PSC സംശയങ്ങളെക്കുറിച്ച്. താങ്ക് യു.